DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരുന്നുകളുടെയും ഹോസ്പിറ്റൽ ചിലവുകളുടെയും ചിലവ് അനുദിനം വർദ്ധിക്കുകയാണ്. അതിനാൽ തന്നെ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും അപകടങ്ങളും സാധാരണക്കാരനെ കീശ കാലിയാക്കുന്നു. കുടുംബത്തിന്റെ ബജറ്റിൽ വിള്ളലുകൾ വീഴുവാൻ അത് തന്നെ ധാരാളം. കൂടാതെ പ്രായമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ആരോഗ്യ സംരക്ഷണത്തിനാണ്. നിങ്ങൾക്കൊരു അപകടമോ രോഗമോ ഉണ്ടായാൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ ആശ്രിതർക്കും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയേക്കും. അതിനാൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ സംരക്ഷണം കുടുംബത്തിന് വളരെ അനിവാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക. രാജ്യത്ത് ആരോഗ്യ പണപ്പെരുപ്പം വർദ്ധിക്കുന്നത് ശരവേഗത്തിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ആരോഗ്യ പണപ്പെരുപ്പമുള്ള ഇന്ത്യയിൽ 14% നിലവിലെ നിരക്ക്. ആരോഗ്യ ചെലവുകൾ നേരിടുവാനുള്ള ഏറ്റവും അനുയോജ്യമായ പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. സമ്പാദ്യത്തിൽ നിന്ന് ആരോഗ്യ ചെലവുകൾ അടക്കുവാൻ തീരുമാനിക്കുമ്പോൾ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗം ചെലവായി പോകും. ഇത് സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമായേക്കാം. പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് ദീർഘകാല പരിചരണം ആവശ്യമായി വരുമെങ്കിലും ചെലവ് കുറവായിരിക്കും. എന്നാൽ ക്യാൻസർ പോലുള്ള ദീർഘനാളത്തെ ആശുപത്രിവാസവും പരിചരണവും ആവശ്യമായ രോഗങ്ങൾ പിടിപെടുകയാണെങ്കിൽ ചെലവ് സമ്പാദ്യത്തേക്കാൾ മുകളിലെത്താം. ഇവിടെയാണ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സഹായം ലഭിക്കുന്നത്. ഇന്ന് വിപണിയിൽ നിരവധി ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ ലഭിക്കുന്നുണ്ട്. പ്രായമായ ഘട്ടത്തിൽ ഉയർന്ന പ്രീമിയം വരുന്ന ഇവ വാങ്ങുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുതിർന്ന പൗരന്മാർക്കായി അവതരിപ്പിച്ച പോളിസികളുടെ ഭാഗമാകാം. 5 സർക്കാർ പോളിസികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ദേശീയ വരിഷ്ഠ മെഡിക്ലെയിം പോളിസിയാണ്. 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ദേശീയ വരിഷ്ഠ മെഡിക്ലെയിം പോളിസിയുടെ ഭാഗമാകാം. വരിക്കാരന് 90 വയസ്സാകുന്നത് വരെ പോളിസി വർഷം തോറും പുതുക്കാം. ക്യാൻസർ, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ഹാർട്ട് സ്ട്രോക്ക് തുടങ്ങിയ 8 പ്രത്യേക രോഗങ്ങൾ, മരുന്നുകൾ, അവയവം മാറ്റിവയ്ക്കൽ, കൺസൾട്ടേഷൻ തുടങ്ങിയവയ്ക്ക് പോളിസി പരിരക്ഷിക്കുന്നു. സാധാരണ രോഗങ്ങൾക്കും ആശുപത്രിവാസത്തിനും വരിക്കാരന് 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കും. ഗുരുതര രോഗത്തിന് 2 ലക്ഷം രൂപയുടേതാണ് പരിരക്ഷ. ആദായ നികുതി നിയമത്തിന്റെ 80D പ്രകാരം 15,000 രൂപ വരെയുള്ള നികുതി ആനുകൂല്യങ്ങളും പോളിസി വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാമത്തേത് ഹെൽത്ത് ഓഫ് പ്രിവിലേജ്ഡ് എൽഡേഴ്സ് അല്ലെങ്കിൽ ഹോപ്പ്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നിർദ്ദിഷ്ട രോഗങ്ങൾക്ക് ഇത് 1 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന പോളിസിയാണ് ഹെൽത്ത് ഓഫ് പ്രിവിലേജ്ഡ് എൽഡേഴ്സ്. ക്ലെയിം തുകയുടെ 20% കോപേയ്മെന്റ് എന്ന തരത്തിലാണ് പോളിസി പ്രവർത്തിക്കുന്നത്. സ്വമേധയാ കോപേയ്മെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രീമിയങ്ങളിൽ കിഴിവുകൾ ലഭിക്കും. അലോപ്പതി കൂടാതെ ഹോമിയോപ്പതി, ആയുർവേദം, യോഗ, ന്യൂറോപ്പതി, യുനാനി തുടങ്ങിയ എല്ലാ ചികിത്സകളും ഉൾപ്പെടുന്നതാണ് ഹെൽത്ത് ഓഫ് പ്രിവിലേജ്ഡ് എൽഡേഴ്സ് പോളിസി. സൂം കോളുകൾ വഴിയോ ഗൂഗിൾ മീറ്റുകൾ വഴിയോ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷനും ഇതിലൂടെ ലഭിക്കും. അടുത്തത് യുണൈറ്റഡ് ഇന്ത്യ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ആണ്. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആണ് യുണൈറ്റഡ് ഇന്ത്യ ഹെൽത്ത് കെയർ ഇൻഷുറൻസ്. 61 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പോളിസിക്ക് അപേക്ഷിക്കാം. 1 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. 24 മണിക്കൂറിൽ കൂടുതൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താലുള്ള ചെലവുകൾ ഇൻഷുറൻസിലൂടെ ലഭിക്കും. അടുത്തത് ന്യൂ ഇന്ത്യ അഷുറൻസ് മെഡിക്ലെയിം പോളിസി. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് മെഡിക്ലെയിം പോളിസി തിരഞ്ഞെടുക്കാം. പങ്കാളിയെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 10% ഫാമിലി ഡിസ്കൗണ്ട് ലഭിക്കും. ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി ചികിത്സകൾക്ക് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ പരിരക്ഷ നൽകും. 18 മാസത്തെ ഇൻഷുറൻസിന് ശേഷം മാത്രമേ പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ മുൻകാല രോഗങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഇൻഷുറൻസ് പോളിസിയാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി രാജ്യത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാവർക്കും ലഭിക്കുന്ന ആരോഗ്യ പരിരക്ഷയാണിത്. പൊതു സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും. ഇടപാടുകൾ പണരഹിതമാണ്. 3 ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷനും 15 ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ഇൻഷുറൻസിൽ ലഭിക്കും. നിങ്ങളുടെ ബജറ്റിന് ഏറ്റവും അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ നിലനിർത്തുവാൻ സഹായിക്കുന്നു. അതിനാൽ ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.